53ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മണ്ണാർക്കാട് അരങ്ങുണർന്നു. മത്സരങ്ങൾ തുടങ്ങിയത് നിശ്ചയിച്ചതിലും വൈകി. ആദ്യ ദിനം നടന്ന മോഹനം. വികസപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് എം ഹംസ MLA. ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും MLA. ഒറ്റപ്പാലം നഗരസഭാ ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഭരണം ഉപയോഗിച്ച് വൈസ് ചെയർമാനും പിന്തുണയ്ക്കുന്ന CPM-ഉം അഴിമതി നടത്തുകയാണെന്ന് കോൺഗ്രസ്. വിളയൂർ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വിച്ഛേദിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല. കർഷകർ ആശങ്കയിൽ. വൈദ്യുതി കണക്ഷൻ ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് CPM. കടമ്പഴിപ്പുറം മേഖലയിൽ വീണ്ടും വീടുകൾ കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വൻതോതിൽ വിൽപ്പന നടത്തുന്നതായി പരാതി. പോലീസ് പരിശോധന ശക്തമാക്കണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വാർത്തകൾ. അമ്പത്തിമൂന്നാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മണ്ണാർക്കാട് തുടങ്ങി. കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലും MES ഹയർ സെക്കൻഡറി സ്കൂളിലും കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിലുമായി 5 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. കൗമാരം അഴകുവിടർത്തുന്ന കലയുടെ വസന്തോത്സവത്തിന് മണ്ണാർക്കാട് അരങ്ങുണർന്നു. ഇനിയുള്ള 5 നാൾ കലാപൂരമാണ് മണ്ണാർക്കാട്ടുകാർക്ക്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലും MES ഹയർ സെക്കൻഡറി സ്കൂളുമായാണ് 53ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. ഇതിനു മുന്നോടിയായി പ്രതിഭാ തിയേറ്ററിന് സമീപത്തു നിന്നും വർണ്ണശബളമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 15ഓളം വേദികളിലായാണ് ആദ്യ ദിവസം മത്സരങ്ങൾ നടന്നത്. വേദി 1-ൽ പൂരക്കളി, വേദി 2-ൽ മോഹിനിയാട്ടം, വേദി 3-ൽ തിരുവാതിരക്കളി തുടങ്ങിയ നൃത്തമത്സരങ്ങൾ ആദ്യ ദിനത്തിൽ നടന്നു. ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം തുടങ്ങിയ ആലാപന മത്സരങ്ങളും ആദ്യ ദിനത്തെ സംഗീത സാന്ദ്രമാക്കി. UP വിഭാഗം നാടകം, അറബിക് സംഘഗാനം, പ്രസംഗം, സംസ്കൃതോത്സവം, അക്ഷരശ്ലോകം തുടങ്ങിയ മത്സര ഇനങ്ങളും വിവിധ വേദികളിലായി തിങ്കളാഴ്ച നടന്നു. നേരത്തെ നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ വൈകി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ആദ്യ ദിനത്തിൽ മത്സരങ്ങൾ തുടങ്ങാനായത്. സ്റ്റേജിന്റെ അപാകതയും സാങ്കേതിക പ്രശ്നങ്ങളുമെല്ലാം ചെറിയ മുറുമുറുപ്പിനും ഇടയാക്കി. 12 ഉപജില്ലകളിൽ നിന്നായി 7000-ഓളം കൗമാര പ്രതിഭകളാണ് 5 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങി പുതുതായി ഉൾപ്പെടുത്തിയ ഇനങ്ങൾ ഉൾപ്പെടെ 297ഓളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മണ്ണൻ ജയന്തി ദിനമായ ജനുവരി 2-ന് മത്സരമില്ല. കലോത്സവത്തിൽ രാവിലെ 9 മണിക്ക് നിശ്ചയിച്ച തിരുവാതിരക്കളി തുടങ്ങാനായത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം. സ്റ്റേജിന്റെ പണി കഴിയാഞ്ഞതാണ് മത്സരാർത്ഥികളെ വലച്ചത്. സ്റ്റേജിലെ അപാകത കാരണം രാവിലെ 9 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന തിരുവാതിരക്കളി ആരംഭിക്കാനായത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ്. റോഡരികിൽ കാട് കെട്ടിക്കിടന്നിരുന്ന ഒരു പാടത്താണ് തിരുവാതിരക്കളിക്കായി വേദി ഒരുക്കിയിരുന്നത്. സ്റ്റേജിന്റെ പണിയും പുല്ലുവെട്ടലും അടക്കമുള്ള ജോലികൾ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് 12:30 മത്സരാർത്ഥികൾക്ക് വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യം പോലും വേദിയിൽ ഉണ്ടായിരുന്നുമില്ല. വേദിയോട് ചേർന്ന് ഗ്രീൻ റൂമും ഒരുക്കിയിരുന്നില്ല. വെയിൽ കാരണം പല വിദ്യാർത്ഥികളും റോഡിന്റെ മറുവശത്തുള്ള കെട്ടിടത്തിന്റെ തണലിൽ പോയാണ് മത്സരങ്ങൾ കാണുകയും വിശ്രമിക്കുകയും ചെയ്തത്. തിരുവാതിരക്കളി ഹൈസ്കൂൾ സെക്ഷൻ അവരുടെ ലിസ്റ്റ് പ്രകാരം രാവിലെ 9:30 ടൈം. അപ്പം നമ്മളൊക്കെ വളരെ അകലേന്ന് വരുന്ന സ്കൂളുകാരാണ്. പട്ടാമ്പി നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ പട്ടാമ്പി നിന്നൊക്കെ നമ്മൾ 10 പെൺപിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ എത്തിയതിന് ശേഷം ഇവിടെ എത്തണമെങ്കിൽ ഒന്ന് സമയം നോക്കി ഒരു 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. അപ്പോൾ 9:30 മേക്കപ്പ് തുടങ്ങിയാൽ മാത്രമാണ് നമ്മളൊരു 10 മണിക്കെങ്കിലും 10-10:30 1 മണിക്കൂർ സ്റ്റേജ് കയറാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്മൾ 9:30 മുതൽ പിള്ളേർ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ തിരുവാതിരക്കളിയുടെ വേദി തന്നെ തീരുമാനമായത്. അപ്പം വേദിയുടെ ചുറ്റും കംപ്ലീറ്റ് ഈ മുള്ളുകൾ, കാടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടുന്നത് ഇവർ രാവിലെ 11 മണിക്കാണ്. അപ്പോൾ ഈ വേദിയിൽ പിന്നെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടെ പിള്ളേർക്ക് വേദിയിലോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ പാടത്തായിരുന്നു, ഉപയോഗശൂന്യമായ ഒരു പാടം. അവിടെ മുള്ളുകളും കാടും ഒക്കെ പിടിച്ച് കിടക്കുന്നതിന്റെ അടുത്താണ് ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഇതിലെ കൂടെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ പിന്നെ ആ ഭാഗമൊക്കെ രാവിലെ സ്ത്രീകളെ വിളിച്ച് വെട്ടി മാറ്റിയിരിക്കുന്നത്. 1 മണിക്ക് പരിപാടി തുടങ്ങിയപ്പോൾ ലോട്ടെടുത്ത 1-ാം നമ്പർ കയറാതെ മറ്റുള്ളവർ കയറില്ല എന്ന് വാശി പിടിച്ചതും മത്സരം വൈകാനിടയാക്കി. തുടർന്ന് 3 മണിക്ക് എല്ലാവരും എത്തിയതിനു ശേഷം മത്സരം തുടങ്ങാമെന്ന് സംഘാടകർ പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർ മത്സരിക്കാൻ തയ്യാറായത്. വേദിയിൽ കാണികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം വളരെ പരിമിതമായിരുന്നതും തിരുവാതിരക്കളിയുടെ നിറം കെടുത്തി.
കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ വിവാദവും. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളിയുടെ മത്സര ഫലത്തെ ചൊല്ലിയാണ് പരാതി ഉയർന്നത്. കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ വിവാദങ്ങൾക്കും തിരിതെളിഞ്ഞു. ആലത്തൂർ BSS ഗുരുകുലത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് തിരുവാതിരക്കളിയിൽ വിധികർത്താക്കൾ തങ്ങളെ തഴഞ്ഞെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളിയിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് BSS ഗുരുകുലം. ഇത്തവണ ഈ മത്സരത്തിൽ A ഗ്രേഡ് പോലും തന്നില്ലെന്നും വിധികർത്താക്കൾ പക്ഷപാതപരമായാണ് വിധി നിർണ്ണയിച്ചതെന്നും അധ്യാപകരും വിദ്യാർത്ഥികളും പരാതിപ്പെട്ടു. ഒന്നാം സ്ഥാനം നേടിയ സ്കൂളിലെ കുട്ടിയുടെ ബന്ധുവാണ് വിധി നിർണ്ണയിച്ചതെന്നും വിധി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ റിസൾട്ടിൽ വെട്ടിത്തിരുത്തലുകൾ നടത്തിയെന്നും അധ്യാപകർ ആരോപിച്ചു. ഇവിടെ നടന്ന ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളിയുണ്ടല്ലോ, ആ കളിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഏറ്റവും നല്ല ഒരു ടീമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അവർക്ക് A ഗ്രേഡ് പോലും കൊടുക്കാതെ അവരെ അവഗണിച്ചത് ഈ സ്കൂൾ കലോത്സവത്തിന്റെ നിറവും അന്തസ്സും കെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവിടെ ജഡ്ജസ് ആയിരിക്കുന്ന ഒരാൾ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ ബന്ധുവാണ്. ആ ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണ് സ്കൂളിനാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. മറ്റൊരു കാര്യം, ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്ന് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിന് 1 മണിക്കൂറിനിടയിൽ അവിടെ ചർച്ചയുണ്ടായിരുന്നു. ഇന്ന സ്കൂളിനെ കിട്ടുക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഓർക്കണം, ഇവിടെ മത്സരിക്കാൻ കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയ ആലത്തൂർ ഗുരുകുലം സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്റ്റേറ്റിൽ ഫസ്റ്റ് നേടിയ ഗുരുകുലം മത്സരിക്കുന്ന സമയത്താണ് പറയുന്നത് നടുവട്ടം സ്കൂളാണ് ഇത്തവണ തിരുവാതിരയിൽ ഫസ്റ്റ് അടിക്കാന്ന് പറയുന്നു. 3 കൂടി കൂട്ടി വായിച്ചാൽ ഇതിൽ മാൽ പ്രാക്ടീസ് നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫസ്റ്റ് കിട്ടിയ 230 എങ്ങനെ കളിച്ചത് ഞങ്ങൾ കണ്ടതാ. കൈ ഇങ്ങനെ ഒരു താളം വേണ്ട, അതില്ല. കൈ കൊട്ടി കളിയാണ് തിരുവാതിര കളിയാണോ അത്? തിരുവാതിര കളിയാണെങ്കിൽ താളം വേണ്ട, അതില്ല. കുനിഞ്ഞിട്ടാ കളിക്കുക തിരുവാതിര. ഓപ്പനാണ് ഇത്. ഇങ്ങനെ കുനിഞ്ഞിട്ടാ കളിക്കുക. കൈ ഇങ്ങനെയാണോ കുട്ടുക? നേരെ അറിയാം തിരുവാതിര കളി കളിക്കുന്നതാണ് വലുത്. ഞങ്ങളുടെ ടീച്ചേഴ്സ് എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എത്ര ക്ലാസ് ഞങ്ങൾ കളിച്ചെന്നറിയോ? അറിയാൻ ജഡ്ജസായിട്ട് വെക്കാൻ പാടില്ല. കലോത്സവത്തിനെത്തിയവരുടെ ദാഹമകറ്റാൻ ജനമൈത്രി പോലീസും സ്റ്റുഡൻസ് പോലീസുമായി ചേർന്നാണ് മണ്ണാർക്കാട്ടെ ജനമൈത്രി പോലീസ് കലോത്സവ നഗരിയിൽ കുടിവെള്ള വിതരണം നടത്തുന്നത്. കലോത്സവത്തിനെത്തി ദാഹിച്ചു വലഞ്ഞവർക്ക് ആദ്യ ദിനം ആശ്വാസമായത് മണ്ണാർക്കാട് ജനമൈത്രി പോലീസിന്റെ കുടിവെള്ള വിതരണമാണ്. പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി ചേർന്നാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. മധുരമുള്ള നാരങ്ങ വെള്ളമാണ് എല്ലാവർക്കും നൽകുന്നത്. കലോത്സവത്തിനെത്തി വെള്ളം കുടിച്ചവർക്ക് അതുകൊണ്ട് തന്നെ ആദ്യ ദിനം മധുരകരമായി. വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം നഗരസഭാ ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഭരണം ഉപയോഗിച്ച് വൈസ് ചെയർമാനും പിന്തുണ നൽകുന്ന CPM-ഉം അഴിമതി നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണ നേതൃത്വത്തിലിരുന്ന് മണൽ മാഫിയകൾക്കും ഭൂമാഫിയകൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് വൈസ് ചെയർമാൻ. ഇതിന് CPM പിന്തുണ നൽകുകയാണെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ പറഞ്ഞു. നഗരസഭാ ഭരണത്തിനെതിരെ വാഹന പ്രചരണ ജാഥയും നഗരസഭ ഉപരോധവും നടത്താനാണ് ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തീരുമാനം. ജനുവരിയിൽ സമരം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അതുപോലെ തന്നെ സർക്കാർ ഉത്തരവുകളൊന്നും തങ്ങൾക്ക് ബാധകമല്ല, മുനിസിപ്പൽ നിയമം തങ്ങൾക്ക് ബാധകമല്ല എന്നീ കാഴ്ചപ്പാടൊക്കെ കൂടി എല്ലാം വെച്ചുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ വൈസ് ചെയർമാനെ വെച്ചുകൊണ്ട് വൻ അഴിമതിക്കാണ് ഒറ്റപ്പാലം നഗരസഭ പ്രാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആരെയും ഞങ്ങൾ അംഗീകരിക്കില്ല. സർക്കാർ കൊണ്ടുവന്ന ഉത്തരവ് പേരക്കുമാരുടെ വിഷയമായാലും ശരി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആയാലും ശരി, ഒരു വിഷയത്തിലും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നവർ പോകാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കരാറുകാർക്ക് ഫണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ 10% പറഞ്ഞ് കമ്മീഷൻ പറ്റുന്ന ഒരു സാഹചര്യം ഒറ്റപ്പാലം നഗരസഭയിലുള്ളത്. ഇതിനെതിരെയായി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഐക്യജനാധിപത്യത്തിന്റെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായി 15-ാം തീയതിക്കകം തന്നെ 36 വാർഡുകളും യോഗം കൺവെൻഷൻ വിളിച്ചിറക്കാനും തുടർന്ന് തൊട്ട് 21-ാം തീയതിക്ക് വാഹന പ്രചരണം നടത്താനും ജാഥ നടത്താനും 28-ാം തീയതി കൂടി നഗരസഭ പുനരുദ്ധിക്കാനുമുള്ള സമരപരിപാടികൾ ആവശ്യപ്പെട്ട് ഐക്യജനാധിപത്യം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ നിയമസഭയിൽ ആവശ്യപ്പെടുമെന്ന് MMസ MLA പറഞ്ഞു. ശ്രീകൃഷ്ണപുരത്ത് ഡെൻസിറ്റി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്.
കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ശ്രീകൃഷ്ണപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ചികിത്സാ രംഗത്ത് ഒറ്റപ്പാലം നിയോജക മണ്ഡലം മറ്റു മണ്ഡലങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കൂടാതെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള അനുമതി ലഭിച്ചതായും എം ഹംസ എംഎൽഎ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ചികിത്സാ രംഗത്ത് നമുക്കിന്ന് ഇവിടത്തെ ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശ്രീകൃഷ്ണപുരത്ത് PHC അവിടെ പണ്ട് കിടത്തി ചികിത്സിച്ചു, പിന്നീട് PHCകളിൽ കിടത്തി ചികിത്സിക്കേണ്ടതില്ല എന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികളെ നോക്കി ഉയർന്ന ചികിത്സ ആവശ്യമാണെങ്കിൽ PHCയിലേക്കും അതുപോലെ താലൂക്ക് ആശുപത്രിയെയും റഫർ ചെയ്താൽ മതി, PHCകളിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതില്ല എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണപുരം PHCയിൽ ഇൻപേഷ്യന്റ് വിഭാഗം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻപേഷ്യന്റ് വിഭാഗം പുനരാരംഭിക്കണം എന്നൊരു വികാരം ഇവിടെ നിന്നാണ്. അപ്പോൾ PHC ആയതുകൊണ്ട് മാത്രം IP ആരംഭിക്കാൻ കഴിയില്ല, കിടത്തി ചികിത്സിക്കാനാണ്. ശ്രീകൃഷ്ണപുരത്ത് ഒരു PHC ആയിട്ട് ഉയർത്തേണ്ടതുണ്ട്. അതിനൊരു തടസ്സം ശ്രീകൃഷ്ണപുരത്ത് കടമ്പഴിപ്പുറത്താണ് PHC ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും കടമ്പടിപ്പുറത്ത് അതുള്ളപ്പോൾ ശ്രീകൃഷ്ണപുരത്ത് ഇത് ലഭ്യമാകില്ല എന്ന ഒരു പ്രയാസമുണ്ട്. എങ്കിലും ശ്രീകൃഷ്ണപുരത്തുകാരുടെ വികാരങ്ങൾ നിയമസഭയിലും അതുപോലെ ഗവൺമെന്റിന്റെ ഈ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താം എന്ന് എല്ലാവർക്കും ഉറപ്പ് കൊടുക്കാൻ ഇവിടെ വന്നപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പിന് വന്നപ്പോൾ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. മറ്റൊന്നും ഈ ശ്രീകൃഷ്ണപുരത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് അനുമതി കിട്ടിയിരുന്നു. ആ ഹോമിയോ ഡിസ്പെൻസറി പിന്നീട് നിർത്തി പുതുതായി ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെ ശ്രീകൃഷ്ണപുരത്ത് ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കും. ഹോമിയോ ഡിസ്പെൻസറി ശ്രീകൃഷ്ണപുരത്ത് ആരംഭിക്കാനുള്ള പ്രാരംഭ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. കൂടാതെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെയും കടമ്പഴിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് നിരവധി പദ്ധതികൾ വകയിരുത്തിയിട്ടുണ്ടെന്നും കടമ്പഴിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായ വാർഡ് ഉടനടി നിർമ്മിക്കുമെന്നും എം ഹംസ എംഎൽഎ പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലത്ത് താലൂക്ക് ഓഫീസിലേക്കും കോടതിയിലേക്കുമുള്ള റോഡിന് ഇരുവശത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് നഗരസഭാ കൌൺസിലറും വക്കീലുമായ കെ കൃഷ്ണകുമാർ കോടതിയെ സമീപിച്ചു. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷനെ മുൻസിഫ് കോടതി നിയോഗിച്ചു. താലൂക്ക് ഓഫീസ്, കോടതികൾ, സപ്ലൈ ഓഫീസ്, ബ്ലോക്ക് പഞ്ചായത്ത്, രജിസ്റ്റർ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഏക റോഡിന്റെ ഇരുവശങ്ങളിലും വർഷങ്ങളായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് കെ കൃഷ്ണകുമാർ കോടതിയെ സമീപിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ജനുവരി 11 റിപ്പോർട്ട് സമർപ്പിക്കാൻ മുൻസിഫ് കോടതി അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് കമ്മീഷൻ അഡ്വക്കേറ്റ് എം ജയരാജ് സ്ഥലം പരിശോധിച്ചു. റോഡിന് ഇരുവശത്തുമായി പോലീസും റവന്യൂ വകുപ്പും പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഇക്കാര്യത്തിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പരസ്പര വിരുദ്ധ വിവരങ്ങളാണ് നൽകിയതെന്ന് കെ കൃഷ്ണകുമാർ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. RS റോഡിൽ നിന്ന് തുടങ്ങി ചർച്ച് വരെ പോകുന്ന റോഡിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് ഒരു 10 വർഷത്തിലധികം കാലത്തോളമായിട്ട് ധാരാളം വാഹനങ്ങൾ വഴിമുടക്കിക്കൊണ്ടും യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും വളരെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടും കിടക്കാൻ തുടങ്ങിയിട്ട് 10-15 വർഷത്തിലധികമായിട്ടുണ്ടാവും. പല നിലയ്ക്കും ഇതിന്റെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അതുപോലെ തന്നെ ഓഫീസുകളിൽ നിന്ന് ഞങ്ങളുടെ ബാർ അസോസിയേഷൻ ഇവരൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് യാതൊരു കാര്യക്ഷമമായിട്ടുള്ള നടപടി ഉണ്ടായില്ല. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ കൃത്യമായ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് 7-ാം മാസത്തിൽ 10/7/2012 വിവരം ശേഖരിക്കാനായിട്ട് RDO ഓഫീസിനും ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ 2 അപേക്ഷകൾ കൊടുത്തതിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് രണ്ടിനും ലഭിച്ചത്. അടുത്ത 11 കേസ് പരിഗണിച്ച് തുടർന്ന് വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് നടപടിയെടുക്കും. അടുത്ത മാസം 31 ശാശ്വതമായ പരിഹാര നിർദ്ദേശം നൽകുമെന്നും അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു. ഏതാണ്ട് 20ഓളം വാഹനങ്ങളാണ് റോഡിന് ഇരുവശത്തുമായി നിർത്തിയിട്ടിരിക്കുന്നത്. ബസ്, ലോറി, ട്രാക്ടർ, ജീപ്പ്, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങൾ 10 വർഷത്തോളമായി ഇവിടെയുണ്ട്. നിരവധി തവണ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും കൃഷ്ണകുമാർ കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വിളയൂർ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതോടെ കർഷകർ ദുരിതത്തിലേക്ക്. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് KSEB പദ്ധതിയുടെ കണക്ഷൻ വിച്ഛേദിച്ചത്. വിളയൂർ പഞ്ചായത്തിലെ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. വൈദ്യുതി കുടിശ്ശിക നൽകാത്തതിന്റെ പേരിലാണ് KSEB കണക്ഷൻ വിച്ഛേദിച്ചത്. ഇതോടെ പ്രദേശത്തെ 100 ഏക്കറോളം വരുന്ന നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്.
ഷൊർണൂർ ചെറുകിട ജലസേചന വിഭാഗത്തിന്റെ കീഴിലാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. 1994 കമ്മീഷൻ ചെയ്ത പദ്ധതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പല കാരണങ്ങളാൽ പ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച 110 കുതിരശക്തിയുടെ 5 മോട്ടോറുകളും കേടുവന്നതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം. ഇതിന് പരിഹാരം തേടി CP മുഹമ്മദ് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചിരുന്നു. തുടർന്ന് മോട്ടോറുകൾ അടിയന്തരമായി പ്രവർത്തിപ്പിക്കാൻ നടപടിയുമെടുത്തു. കഴിഞ്ഞ മാസം 12-നാണ് ഈ മോട്ടോറുകൾ താൽക്കാലികമായി പ്രവർത്തനം തുടങ്ങിയത്. ഈ പമ്പിംഗാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും കൃഷിക്ക് ജലസേചനം എത്തിക്കുന്നത് ഈ പദ്ധതിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. വിളയൂർ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് CPM ലോക്കൽ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സർക്കാരിന്റെ അനാസ്ഥയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും T. ഗോപാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. വിളയൂർ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം പ്രദേശത്തും കൃഷിക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് തുടിക്കൽ ജലസേന പദ്ധതി. ഈ തുടിക്കൽ ജലസേന പദ്ധതി സംസ്ഥാന ജലസേന വകുപ്പിന്റെ കീഴിലാണ്. അവർ കറണ്ട് ബില്ല് അടക്കാത്തതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന്റെ വാട്ടർ ഇലക്ട്രിസിറ്റി ബോർഡ് കഴിഞ്ഞ ആഴ്ചയിൽ ആ തുടിക്കൽ പദ്ധതിയുടെ ഫീസ് ഊരിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഫീസ് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടി യാതൊരുവിധ നടപടി ഇപ്പം നടക്കുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ നെൽകൃഷിക്കാരും മറ്റ് വാഴ തുടങ്ങിയ കൃഷിക്കാരും ആ കൃഷിനാശം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി വളരെ അപകടത്തിലേക്ക് പോവുകയാണ്. ഈ തുടിക്കലിൽ പദ്ധതിയോട് ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റ് വളരെ മോശമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ തുടിക്കൽ പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് 3 മോട്ടോർ അവിടെ കൊണ്ടു വെച്ചിരുന്നു. ഈ 1.5 വർഷക്കാലമായിട്ട് ആ മോട്ടോർ അവിടെ ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ പോലും ഈ ഗവൺമെന്റ് കൂട്ടാക്കിയില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും സംഘടിക്കുകയും സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ ചില മോട്ടോർ നേരാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോ അതെല്ലാം നേരാക്കി വെള്ളം അടി തുടങ്ങി, കൃഷിപ്പണി തുടങ്ങി, കൃഷിയൊക്കെ ഏതാണ്ട് നെല്ലൊക്കെ ആയി വന്നപ്പോഴാണ് ഇപ്പൊ ഫീസ് ഊരി ഇവർ കൊണ്ടുവരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളും ഈ ഫീസ് അവരെ പുനഃസ്ഥാപിച്ച് കൃഷിക്കാർക്ക് വെള്ളം കൊടുക്കാൻ സൗകര്യം ഒരുക്കണം. അതല്ലാത്ത പക്ഷം ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം വിളയൂരുണ്ടാവും എന്ന് മുന്നറിയിപ്പ് വരിക. കടമ്പഴിപ്പുറം മേഖലയിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി പദാർത്ഥ വസ്തുക്കളുടെ വിതരണം തകൃതിയിൽ നടക്കുന്നതായി പരാതി ശക്തമാകുന്നു. കഴിഞ്ഞ ആഴ്ച 2 വീടുകളിൽ നിന്നായി പാൻ മസാലകൾ പിടികൂടിയിരുന്നെങ്കിലും തുടർ പരിശോധനകൾ നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ ചെക്ക് പോസ്റ്റുകളെ വെട്ടിച്ച് വൻതോതിൽ കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കടമ്പഴിപ്പുറം കേന്ദ്രീകരിച്ച് ഇത്തരം റാക്കറ്റുകളുടെ പ്രവർത്തനം സജീവമായതായും അറിയുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ലഹരി പദാർത്ഥങ്ങൾ രഹസ്യകേന്ദ്രങ്ങളിൽ സൂക്ഷിച്ച് ചില്ലറ വിൽപ്പനയ്ക്കായി ചെറുകിട കച്ചവടക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇത്തരം സംഘങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണ്ടിവരും. കഴിഞ്ഞ ആഴ്ച കടമ്പഴിപ്പുറത്തെ 2 വീടുകളിൽ നിന്ന് പാൻ മസാലകൾ പോലീസ് പിടികൂടുകയുണ്ടായി. കോയമ്പത്തൂരിൽ നിന്നും കാറുകളിലും മറ്റു ചെറിയ വാഹനങ്ങളിലുമാണ് നിരോധിക്കപ്പെട്ട ഈ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇത്തരമൊരു വാഹനം ഒറ്റപ്പാലത്ത് വെച്ച് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയുണ്ടായി. തുച്ഛമായ വിലയ്ക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്ന ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ വൻ ലാഭത്തിനാണ് കേരളത്തിൽ വിറ്റഴിക്കുന്നത്. ഇത്തരം റാക്കറ്റുകളുടെ ചെറിയ കണ്ണികൾ മാത്രമാണ് കടമ്പഴിപ്പുറത്തും ഒറ്റപ്പാലത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിനെ പിടികൂടാനായത്. പാൻ മസാലകൾ കോയമ്പത്തൂരിൽ നിന്നും തീവണ്ടി മാർഗവും വൻതോതിൽ എത്തുന്നതായും സൂചനയുണ്ട്. പരിശോധനാ കേന്ദ്രങ്ങളെ വകവയ്ക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിദ്യാലയങ്ങളുടെ പരിസരത്തുള്ള കടകളിലും വ്യാപകമായ തോതിലാണ് വിൽപ്പന നടത്തുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നാട്ടുകാരും സ്കൂൾ PTA പറയുന്നത്. ചെറുപ്പശ്ശേരി കാർമണയിൽ അതിർത്തി തർക്കം. അന്തരിച്ച കഥകളി നടൻ കോട്ടക്കൽ ശിവരാമന്റെ പത്നിക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അന്തരിച്ച കഥകളി നടൻ കോട്ടക്കൽ ശിവരാമന്റെ ഭാര്യ ഭവാനിയെ അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസികൾ ആക്രമിച്ചത്. തുടർന്ന് കൈക്ക് പരിക്കേറ്റ ഇവരെ ചെറുപ്പശ്ശേരി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉണ്ടായത്. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾ യാതൊരു വിധേനയും ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അനുവദിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. അന്തരിച്ച കഥകളി നടൻ കോട്ടക്കൽ ശിവരാമന്റെ ഭാര്യ ഭവാനിയെ ആക്രമിച്ചവരെ നിയമപരമായി തന്നെ ഗ്രാമപഞ്ചായത്ത് നേരിടുമെന്നും K. സുരേഷ് പറഞ്ഞു. ശിവരാമന്റെ സഹധർമ്മിണിയെ കുറച്ചാളുകൾ സംഘം ചേർന്നുകൊണ്ട് മർദ്ദിക്കുന്ന സ്ഥിതിയാണുണ്ടായിട്ടുള്ളത്. നിസാരമായിട്ടുള്ള അതിർത്തി പ്രശ്നമാണെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ പോലും പൊതുവിൽ ഇന്നാകെ സ്ത്രീകൾക്കെതിരെ വല്ലാത്ത രൂപത്തിലുള്ള കടന്നാക്രമണങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഇന്ന് നിരവധിയായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ജനരോഷം ആകെ ഉയർന്നു വന്നൊരു സാഹചര്യമാണ് ഇന്നുള്ളത്.
സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും സ്ത്രീകളുടെ സുരക്ഷത്തെ സംബന്ധിച്ചും അവർക്ക് അനുഭവിക്കേണ്ട ഒരു നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ചെർപ്പളശ്ശേരി പഞ്ചായത്തിൽ വളരെ ഗൗരവമായി പഞ്ചായത്തും ഇത് നോക്കിക്കാണുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളോട് ഇതിൽ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. വാർത്തകൾ തുടരുന്നു. മാധ്യമങ്ങൾക്ക് സത്യം സത്യമായി പറയാനുള്ള ആർജവമാണ് വേണ്ടതെന്ന് പത്രപ്രവർത്തകൻ PM വാസുദേവൻ പറഞ്ഞു. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ത്രിദിന പരിശീലന ക്യാമ്പിന്റെ ഭാഗമായി നടന്ന മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ശ്രീകൃഷ്ണപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ചികിത്സാ രംഗത്ത് ഒറ്റപ്പാലം നിയോജക മണ്ഡലം മറ്റു മണ്ഡലങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കൂടാതെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള അനുമതി ലഭിച്ചതായും ഹംസ MLA ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ചികിത്സാ രംഗത്ത് നമുക്കിന്ന് ഇവിടത്തെ ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശ്രീകൃഷ്ണപുരത്തിൽ PH അവിടെ പണ്ട് കിടത്തി ചികിത്സിച്ചു, പിന്നീട് PHCകളിൽ കിടത്തി ചികിത്സിക്കേണ്ടതില്ല എന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികളെ നോക്കി ഉയർന്ന ചികിത്സ ആവശ്യമാണെങ്കിൽ PHCയിലേക്കും അതുപോലെ താലൂക്ക് ആശുപത്രിയെയും റഫർ ചെയ്താൽ മതി, PHCകളിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതില്ല എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണപുരം PHCയിൽ ഇൻപേഷ്യന്റ് വിഭാഗം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻപേഷ്യന്റ് വിഭാഗം പുനരാരംഭിക്കണം എന്നൊരു വികാരം ഇവിടെ നിന്നാണ്. അപ്പോൾ PHC ആയതുകൊണ്ട് മാത്രം IT ആരംഭിക്കാൻ കഴിയില്ല, കിടത്തി ചികിത്സിക്കാനാണ്. ശ്രീകൃഷ്ണപുരത്ത് ഒരു PHC ആയിട്ട് ഉയർത്തേണ്ടതുണ്ട്. അതിനൊരു തടസ്സം ശ്രീകൃഷ്ണപുരത്ത് കടമ്പഴിപ്പുറത്താണ് PHC ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും കടമ്പഴിപ്പുറത്ത് അതുള്ളപ്പോൾ ശ്രീകൃഷ്ണപുരത്ത് ഇത് ലഭ്യമാകില്ല എന്ന ഒരു പ്രയാസമുണ്ട്. എങ്കിലും ശ്രീകൃഷ്ണപുരത്തുകാരുടെ വികാരങ്ങൾ നിയമസഭയിലും അതുപോലെ ഗവൺമെന്റിന്റെ ഈ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താം എന്ന് എല്ലാവർക്കും ഉറപ്പ് കൊടുക്കാൻ ഇവിടെ വന്നപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പിന് വന്നപ്പോൾ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. മറ്റൊന്ന് ഈ ശ്രീകൃഷ്ണപുരത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് അനുമതി കിട്ടിയിരുന്നു. ആ ഹോമിയോ ഡിസ്പെൻസറി പിന്നീട് നിർത്തി പുതുതായി ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെ ശ്രീകൃഷ്ണപുരത്ത് ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നു. ഹോമിയോ ഡിസ്പെൻസറി ശ്രീകൃഷ്ണപുരത്ത് ആരംഭിക്കാനുള്ള പ്രാരംഭ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. കൂടാതെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെയും കടമ്പഴിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് നിരവധി പദ്ധതികൾ വകയിരുത്തിയിട്ടുണ്ടെന്നും കടമ്പഴിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായ വാർഡ് ഉടനടി നിർമ്മിക്കുമെന്നും ഹംസ MLA പറഞ്ഞു. കല്ലുവഴിയിലും പരിസര പ്രദേശങ്ങളിലും ഡിവൈഎസ്ഒയുടെ ബോർഡുകളും കൊടിതോരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതായും നേതാക്കൾ പറഞ്ഞു. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന് ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ ഭാഗമായി ബാങ്ക് ഹാളിൽ നടത്തിയ പുരസ്കാര സംഗമം KSLീഹ MLA ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നിക്ഷേപകരും ബാങ്ക് ജീവനക്കാരും സംഗമത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 53ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മണ്ണാർക്കാട് അരങ്ങുണർന്നു. മത്സരങ്ങൾ തുടങ്ങിയത് നിശ്ചയിച്ചതിലും വൈകി. ആദ്യ ദിനം നടന്ന മോഹനം. ശ്രീകൃഷ്ണപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ഹംസ MLA. ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും MLA. ഒറ്റപ്പാലം നഗരസഭാ ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഭരണം ഉപയോഗിച്ച് വൈസ് ചെയർമാനും പിന്തുണയ്ക്കുന്ന CPM-ഉം അഴിമതി നടത്തുകയാണെന്ന് കോൺഗ്രസ്. വിളയൂർ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വിച്ഛേദിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല. കർഷകർ ആശങ്കയിൽ. വൈദ്യുതി കണക്ഷൻ ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് CPM. കടമ്പഴിപ്പുറം മേഖലയിൽ വീണ്ടും വീടുകൾ കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വൻതോതിൽ വിൽപ്പന നടത്തുന്നതായി പരാതി. പോലീസ് പരിശോധന ശക്തമാക്കണമെന്ന് ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഏവർക്കും ഡെൻസിറ്റി ചാനലിന്റെ ഹൃദ്യമായ പുതുവത്സര ആശംസകൾ. നമസ്കാരം.